ഒന്നേ ഉള്ളൂ എന്നാണ്. ജീവിതം എന്താണ്? ഒന്നേ ഉള്ളൂ. ജീവിതത്തിലെന്ന് പറഞ്ഞാൽ ജീവിതം എന്ത് ചെയ്യുക? സന്തോഷകരമാക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക? ജീവിതം സന്തോഷകരമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതം ഒഴുകുന്ന ഒരു പുഴ പോലെയാണെന്നാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതം എന്താണ്? ഒഴുകുന്ന ഒരു പുഴ പോലെയാണ്. കാരണം ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നതൊന്നും നമുക്ക് തിരിച്ച് ലഭിക്കുന്നതല്ല. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, അതുപോലെയാണ് നദീജലവും. നമ്മൾക്ക് അറിയുന്നതല്ലേ, അല്പം മുമ്പ് കണ്ട നദീജലമാണോ നമ്മളിപ്പോൾ കാണുന്ന നദീജലമല്ല. അതുപോലെയാണ് ജീവിതത്തിലെ ഓരോ അവസ്ഥകളും. ജീവിതത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതൊന്നും ജീവിതത്തിൽ തിരിച്ച് ലഭിക്കില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതാണ്, അത് തിരിച്ച് ലഭിക്കില്ല. റെയറായിട്ടെങ്ങാണമേ ഉള്ളൂ നഷ്ടപ്പെട്ടവ നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. വളരെ വളരെ അപൂർവം മാത്രം കേട്ടോ. പക്ഷേ നമ്മൾ നന്മകൾ അനുസരിച്ച് തുടരുകയാണെങ്കിൽ നഷ്ടപ്പെട്ടവ മറ്റൊരു രൂപത്തിൽ നന്മകളായി നമുക്ക് തിരിച്ച് ലഭിക്കുമെന്നാണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടവ തിരിച്ച് ലഭിക്കില്ല കേട്ടോ. ലഭിക്കില്ല. 99% നഷ്ടപ്പെട്ടവ നമുക്ക് തിരിച്ച് ലഭിക്കില്ല. നഷ്ടപ്പെട്ടവ നഷ്ടപ്പെട്ടതാണ്. റെയറായിട്ടെങ്ങാണവേ ഉള്ളൂ നഷ്ടപ്പെട്ടവ നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതുപോലെ നല്ല പ്രവൃത്തികളും നല്ല പ്രയത്നവും കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല പ്രയത്നങ്ങൾ കൊണ്ടും അതുപോലെ നല്ല പ്രവൃത്തികൾ കൊണ്ടും എന്ത് ചെയ്യുക? ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ കള്ളങ്ങൾ പറയുവാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, കള്ളങ്ങൾ പറയുവാൻ പാടില്ല എന്ന്. മറ്റൊരാൾക്ക് അപകടമുണ്ടാകുന്ന കള്ളങ്ങൾ ഒരു കാരണത്താലും പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരാൾക്ക് അപകടമുണ്ടാകുന്ന കള്ളങ്ങൾ പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല. മനുഷ്യനാണ്, അല്പസ്വല്പം കള്ളങ്ങളൊക്കെ പറയാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ കള്ളം പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ പറയുമല്ല. ഞാൻ കള്ളങ്ങൾ പറയുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ വർഷങ്ങളുകൊണ്ട് കള്ളങ്ങൾ പറയാറേയില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ കള്ളങ്ങൾ പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ മനുഷ്യരാണ്, ചിലപ്പോൾ സ്വല്പം കള്ളങ്ങളൊക്കെ പറയാറുണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റൊരാൾക്ക് അപകടമുണ്ടാകുന്ന ഒരു കള്ളങ്ങളും ജീവിതത്തിൽ പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, ഒരാളെ പോലും പറ്റിച്ച് ജീവിതത്തിൽ നമ്മൾ ഒന്നും നേടുവാൻ പാടില്ല കേട്ടോ. അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് കേട്ടോ. ഒരാളെ പറ്റിച്ച തുക കൊണ്ട് നമ്മളൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിച്ചാൽ പോലും ആ ബിസ്ക്കറ്റ് എന്തായി മാറും? തൊണ്ടയിലെത്തുമ്പോൾ എന്തായി മാറും? കുപ്പിച്ചില്ലായി മാറും എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതൊരു തലംഘനീയമായൊരു പ്രപഞ്ച സത്യമാണ് കേട്ടോ. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നന്മകൾ അനുസരിച്ചും തുടരുക. അത് മാത്രമാണ് ജീവിതത്തിൻ്റെ ഒരേ ഒരു വഴി. അപ്പം എന്താണ് നന്മ? ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് നന്മ? എൻ്റെ സമ്പത്തെല്ലാം മറ്റൊരാൾക്ക് നൽകണോ എന്ന്? വേണ്ട. നന്മ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാക്കുകളോ പ്രവൃത്തികളോ എന്തായി മാറരുത്? മറ്റൊരാൾക്ക് ദ്രോഹമായി മാറരുത്. അങ്ങനെ മാറിയില്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റൊരാൾക്ക് ശല്യമാകുന്നില്ല, മറ്റൊരാൾക്ക് ദ്രോഹമാകുന്നില്ല. നിങ്ങൾ നന്മയുള്ള ഒരാളാണ് കേട്ടോ. അതാണ് എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ എന്താവരുത്? മറ്റൊരാൾക്ക് ദ്രോഹമായി മാറരുത്. നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ പോലും മറ്റൊരാൾക്ക് നന്മകളായി മാറണേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളും എന്തായി മാറണം? മറ്റൊരാൾക്ക് നന്മകളായി മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ നന്മ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെറിയ നന്മയായിരിക്കും ചെയ്യുന്നേ. നമുക്ക് എനിക്ക് അതിൻ്റെ റിസൾട്ട് നൽകുന്ന ആരാണ്? ഈ സത്യപ്രപഞ്ചം. ഞാൻ ചെയ്യുന്ന നന്മകളുടെ ഫലം 10 മടങ്ങ് നന്മകളായി തിരിച്ചു നൽകുമെന്നാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ വ്യക്തിക്കൊരു നന്മ ചെയ്താൽ ആ വ്യക്തിയിൽ നിന്നും ആ നന്മ നമ്മൾ തിരിച്ചു പ്രതീക്ഷിക്കരുത് കേട്ടോ.
അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വ്യക്തിക്ക് ഒരു സഹായം ചെയ്തു എന്നാൽ അദ്ദേഹത്തിൽ നിന്നും അതിന് 10 മടങ്ങായിട്ട് എന്തെങ്കിലും തിരിച്ചു ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ നിരാശയ്ക്ക് കാരണമായേക്കാം. നമ്മളൊരു നന്മ ഒരു വ്യക്തിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു വ്യക്തിയിൽ നിന്നായിരിക്കും നമ്മൾ നൽകിയ നന്മയുടെ ഫലം 10 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്. ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കർമ്മഫലം നമ്മെ എന്ത് ചെയ്യും, ജീവിതത്തിൽ പിന്തുടരുമെന്നാണ്. കർമ്മങ്ങളുടെ ഫലം നമ്മെ തേടി എത്തുമെന്നാണ്. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാൽ പോലും നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലം നമ്മെ തേടി എത്തുമെന്നാണ്. അത് നന്മകളാണെങ്കിൽ നന്മയുടെ രൂപത്തിലെത്തും, തിന്മയാണെങ്കിലോ തിന്മകളുടെ രൂപത്തിലെത്തുമെന്നാണ്. കേട്ടോ, ഇത് ഞാൻ പറഞ്ഞതല്ല, അലംഘനീയമായ പ്രപഞ്ച സത്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യുക, ആ നന്മകൾ അനസ്യൂതം തുടരുക. നല്ല വാക്കുകളും പ്രവൃത്തികളും ജീവിതത്തിൽ എന്ത് ചെയ്യുക, വെച്ച് പുലർത്തുക. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക. കേട്ടോ, നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സത്യപ്രപഞ്ചം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ.